ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ നേരിടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ചുറ്റും നൂറുകണക്കിന് ആളുകളുണ്ടെങ്കിലും സുഹൃത്തുക്കളും ബന്ധുക്കളുമുണ്ടെങ്കിലും രാത്രിയുടെ നിശബ്ദതയിൽ സ്വന്തം ചിന്തകളുമായി മല്ലിടുമ്പോൾ നിങ്ങൾ സത്യത്തിൽ തനിച്ചല്ലേ? ആരും കാണാത്ത കണ്ണുനീർ, ആരും കേൾക്കാത്ത നിലവിളികൾ, ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുമ്പോൾ തോന്നാറില്ലേ, എന്തിനാണ് ഞാനിങ്ങനെ ഒറ്റപ്പെടുന്നത്? പലപ്പോഴും നമ്മൾ കരുതുന്നത് ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുന്നത് ഒരു ശാപമാണെന്നാണ്. ആരും കൂടെയില്ലാത്തത് നമ്മുടെ പരാജയമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം അതല്ല. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, ഈ ലോകത്തെ മാറ്റിമറിച്ചവരും സ്വന്തം ജീവിതം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരും വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവരുമെല്ലാം അവരുടെ യാത്രയുടെ വലിയൊരു ഭാഗം ഒറ്റയ്ക്കായിരുന്നു സഞ്ചരിച്ചത്. തനിയെ പൊരുതുക എന്നത് ഒരു ഗതികേടല്ല, മറിച്ച് അതൊരു അപാരമായ ശക്തിയാണ്. നിങ്ങൾ ആരെയും ആശ്രയിക്കാതെ നിൽക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരാത്ത ആ നിമിഷം, അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഉണരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വെറും മോട്ടിവേഷനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളെ മാനസികമായും ശാരീരികമായും വൈകാരികമായും തകർക്കാൻ പറ്റാത്ത വിധം ശക്തരാക്കുന്ന തനിയെ പൊരുതുന്നവർ ശീലിക്കേണ്ട 8 ജീവിതശൈലികളെക്കുറിച്ചാണ്. ഈ ശീലങ്ങൾ നിങ്ങൾ സ്വന്തമാക്കിയാൽ പിന്നെ കൂടെ ആരുണ്ട് എന്നത് നിങ്ങൾക്ക് വിഷയമേ ആകില്ല. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ തോറ്റുപോയി എന്ന് തോന്നിയിട്ടും തിരികെ വരാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, സമാന ചിന്താഗതിയുള്ള ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട് എന്ന് നമുക്ക് തെളിയിക്കണം. ഇനി നമുക്ക് ആ 8 കാര്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. 1. വൈകാരികമായ സ്വാശ്രയത്വം ശീലിക്കുക. ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് വൈകാരികമായ കരുത്താണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സന്തോഷം, സങ്കടം, ആത്മവിശ്വാസം എന്നിവയൊന്നും മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാകരുത്. സാധാരണയായി നമ്മൾ വിഷമിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ അവഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ. അവൻ എന്നെ വിളിച്ചില്ല, അവൾ എന്നെ മനസ്സിലാക്കിയില്ല, സമൂഹം എന്നെ ബഹുമാനിക്കുന്നില്ല. ഇത്തരം ചിന്തകളാണ് നമ്മളെ തളർത്തുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതാൻ തീരുമാനിച്ചാൽ ആദ്യം നിർത്തേണ്ടത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തുനിൽക്കുന്ന ഈ ശീലമാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് അവരുടെ മാത്രം പ്രശ്നമാണ്, നിങ്ങളുടേതല്ല. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. മറ്റൊരാളുടെ വാക്കുകൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ നിയന്ത്രണം ഇപ്പോഴും അവരുടെ കൈകളിലാണെന്നാണ്. അത് തിരിച്ചുപിടിക്കുക. കണ്ണാടിയിൽ നോക്കി സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. ആരും കൂടെയില്ലെങ്കിലും ഞാൻ മുന്നോട്ടു പോകും എന്ന ബോധ്യം ഉള്ളിൽ ഉറപ്പിക്കുക. 2. നിശബ്ദതയെ ആയുധമാക്കുക. ശക്തരായ മനുഷ്യർ എപ്പോഴും നിശബ്ദരായിരിക്കും. അവർ അധികം സംസാരിക്കില്ല, പക്ഷേ എല്ലാം നിരീക്ഷിക്കും. തനിയെ പൊരുതുന്ന ഒരാൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഗുണമാണിത്. നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് തങ്ങളുടെ പദ്ധതികളും സ്വപ്നങ്ങളും കൊട്ടിഘോഷിക്കാൻ വലിയ തിടുക്കമാണ്. ഞാനത് ചെയ്യാൻ പോകുന്നു, ഞാനിത് നേടാൻ പോകുന്നു എന്ന് എല്ലാവരോടും പറയും. എന്നാൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ അടുത്ത നീക്കം വെളിപ്പെടുത്തുമ്പോൾ ശത്രുക്കൾക്ക് നിങ്ങളെ തകർക്കാൻ അവസരം കൊടുക്കുകയാണ്. നിങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാവരോടും വിളിച്ചു പറയുന്നതും നിർത്തുക. കാരണം കേൾക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും അതിൽ ഒരു താൽപ്പര്യവുമില്ല. ബാക്കി വരുന്ന ആളുകൾക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ വിജയങ്ങൾ ശബ്ദമുണ്ടാക്കട്ടെ. നിങ്ങളുടെ അധ്വാനം ഇരുട്ടിൽ നടക്കട്ടെ. ഫലം വെളിച്ചത്തിൽ ലോകം കാണട്ടെ. ഒറ്റയ്ക്ക് പൊരുതുന്നവൻ തന്റെ ഊർജം സംസാരത്തിലല്ല, പ്രവൃത്തിയിലാണ് ചെലവഴിക്കേണ്ടത്. 3. അച്ചടക്കത്തെ വികാരങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുക. പലരും മോട്ടിവേഷൻ വീഡിയോകൾ കാണും, എന്നിട്ട് വലിയ ആവേശത്തിൽ എന്തെങ്കിലും തുടങ്ങും. 2 ദിവസം കഴിയുമ്പോൾ ആ ആവേശം പോകും. പിന്നെ പഴയതുപോലെ തന്നെ. ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാൾക്ക് ഈ രീതി പറ്റില്ല. അവിടെയാണ് അച്ചടക്കം വരുന്നത്. നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ തോന്നാത്ത ദിവസങ്ങളിലും എഴുന്നേൽക്കുക. ജോലി ചെയ്യാൻ മടി തോന്നുന്ന ദിവസങ്ങളിലും ജോലി ചെയ്യുക. വ്യായാമം ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങളിലും അത് ചെയ്യുക. ഇതാണ് അച്ചടക്കം. ജീവിതത്തിൽ തനിയെ നടക്കുന്നവന് അവനെ മുന്നോട്ട് തള്ളാൻ പിന്നിൽ ആരുമുണ്ടാകില്ല. നീ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറയാൻ ആരും വരില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ യജമാനനാകണം. നിങ്ങളുടെ മനസ്സ് പറയും, ഇന്ന് കുറച്ച് വിശ്രമിക്കാം എന്ന്. അപ്പോൾ തിരിച്ചു പറയണം, ഇല്ല, എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്, വിശ്രമിക്കാൻ സമയമായിട്ടില്ല. വികാരങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ അച്ചടക്കം സ്ഥിരമായിരിക്കണം. ആ സ്ഥിരതയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. 4. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക. ഇതൊരു കൈപ്പേറിയ സത്യമാണ്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. കയ്യിൽ കാശില്ലാത്തവനെ ലോകം ബഹുമാനിക്കില്ല. സ്വന്തം നിഴൽ പോലും ചിലപ്പോൾ കൂടെയുണ്ടാകില്ല. പണമൊന്നുമല്ല എന്ന് പറയുന്നവർ സത്യത്തിൽ നിങ്ങളെ പറ്റിക്കുകയാണ്. തനിയെ പൊരുതുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ കവചം സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം വേണം. പണം നിങ്ങളെ ആരുടെയും അടിമയല്ലാതാക്കും. ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ തുടരേണ്ടി വരുന്നത്, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ടാണ്. അതുകൊണ്ട് ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാൻ പഠിക്കുക. പണം നിക്ഷേപിക്കാൻ പഠിക്കുക.
പണം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് പഠിക്കുക. ഒരൊറ്റ വരുമാനമാർഗത്തെ മാത്രം ആശ്രയിക്കാതെ ഒന്നിലധികം വരുമാനമാർഗങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. സാമ്പത്തികമായി നിങ്ങൾ ശക്തനാണെങ്കിൽ പകുതി യുദ്ധം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിടാൻ അത് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. 5. ഏകാന്തതയെ ആസ്വദിക്കാൻ പഠിക്കുക. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത്. ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. ആ പേടി മാറ്റാൻ അവർ എപ്പോഴും ഫോണിൽ നോക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമായി സംസാരിക്കും, കൂട്ടുകാരെ തേടിപ്പോകും. അവർക്ക് സ്വന്തം ചിന്തകളുമായി ഇരിക്കാൻ ഭയമാണ്. എന്നാൽ ഒറ്റയ്ക്ക് പൊരുതുന്ന പോരാളിക്ക് ഏകാന്തത എന്നത് ഒരു ലഹരിയാണ്. നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് ക്രിയാത്മകമായ ആശയങ്ങൾ ഉണ്ടാകുന്നത്. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ഫോണും മറ്റും മാറ്റിവെച്ച് വെറുതെ ഒന്നിരുന്നു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കൂ. ലോകം മുഴുവൻ ബഹളം വയ്ക്കുമ്പോഴും സ്വന്തം ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്നവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ അത്ര രസകരമായ ഒരു വ്യക്തിയല്ല എന്നാണ്. അതുകൊണ്ട് സ്വയം മെച്ചപ്പെടുത്തുക. വായനയിലൂടെയും അറിവ് നേടുന്നതിലൂടെയും ഏകാന്തതയെ ഏറ്റവും മികച്ച സമയമാക്കി മാറ്റുക. 6. പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക. നല്ലവനായിരിക്കുക എന്നത് നല്ല കാര്യമാണ്, പക്ഷേ എല്ലാവർക്കും നല്ലവനാകാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. തനിയെ പൊരുതുന്ന ഒരാൾക്ക് ജീവിതത്തിൽ കൃത്യമായ അതിരുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സമയവും ഊർജവും വിലപ്പെട്ടതാണ്. അത് വെറുതെ പാഴാക്കാൻ വരുന്നവരോട്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരോട്, നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവരോട് മുഖത്തുനോക്കി പറ്റില്ല എന്ന് പറയാൻ പഠിക്കണം. പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ, അവർ എന്തു കരുതും എന്നൊന്നും ചിന്തിക്കരുത്. നിങ്ങളെല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ജീവിക്കുന്ന ഒരാളല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ആവശ്യമില്ലാത്ത പാർട്ടികൾ, ആവശ്യമില്ലാത്ത ചർച്ചകൾ, നെഗറ്റീവായ ആളുകൾ, ഇവരോടൊക്കെ ഇല്ല എന്ന് പറയുന്നത് വഴി നിങ്ങൾ അതെ എന്ന് പറയുന്നത് സ്വന്തം വളർച്ചയ്ക്കാണ്. ശക്തമായ അതിരുകൾ ഉള്ളവരെ മാത്രമേ ആളുകൾ ബഹുമാനിക്കൂ. 7. ശാരീരിക കരുത്ത് വർദ്ധിപ്പിക്കുക. മനസ്സിന്റെ കരുത്ത് പോലെ തന്നെ പ്രധാനമാണ് ശരീരത്തിന്റെ കരുത്തും. ക്ഷീണിച്ച, രോഗം പിടിച്ച ഒരു ശരീരത്തിൽ ശക്തമായൊരു മനസ്സ് ഒരിക്കലും ഉണ്ടാകില്ല. തനിയെ പൊരുതുന്ന ഒരാൾക്ക് സ്വന്തം ശരീരം ഒരു ക്ഷേത്രം പോലെയും അതേസമയം ഒരു യുദ്ധത്തിനുള്ള ആയുധം പോലെയുമായിരിക്കണം. ദിവസവും വ്യായാമം ചെയ്യുന്നത് വെറും സൗന്ദര്യത്തിനു വേണ്ടിയല്ല, അത് നിങ്ങളുടെ മാനസിക കരുത്തുകൂട്ടാൻ വേണ്ടിയാണ്. ഭാരങ്ങൾ ഉയർത്തുമ്പോൾ, കഠിനമായി ഓടുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേദന സഹിക്കാൻ പഠിക്കുന്നു. എനിക്കിനി വയ്യ എന്ന് ശരീരം പറയുമ്പോഴും ഇതുകൂടി ചെയ്യ് എന്ന് മനസ്സ് പറയിപ്പിക്കാൻ ശീലിക്കുന്നത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കും. നല്ല ഭക്ഷണം കഴിക്കുക, കൃത്യമായി ഉറങ്ങുക, ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം നാളെ ഒരു പ്രതിസന്ധി വന്നാൽ ഓട്ടി രക്ഷപ്പെടാനോ തിരിച്ചു പോരാടാനോ നിങ്ങളുടെ ശരീരം കൂടെയുണ്ടാവണം. ആരോഗ്യമില്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച പണത്തിനോ നേടിയ വിജയത്തിനോ യാതൊരു അർത്ഥവുമില്ല. 8. നിരന്തരമായ പഠനം. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശരിയായിരുന്നത് ഇന്ന് തെറ്റാകാം. അതുകൊണ്ട് തനിയെ പൊരുതുന്ന ഒരാൾ എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കണം. സ്കൂളിലോ കോളേജിലോ പഠിച്ചതുകൊണ്ട് പഠനം അവസാനിക്കുന്നില്ല. പുതിയ കഴിവുകൾ പഠിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ആർക്കും നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കാൻ കഴിയാത്ത സമ്പത്താണത്. നിങ്ങൾ എത്രത്തോളം അറിവ് നേടുന്നുവോ അത്രത്തോളം നിങ്ങൾ സ്വതന്ത്രനാകും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് ആരെയും കാത്തുനിൽക്കേണ്ടി വരില്ല. സ്വയം നവീകരിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ 1% മെച്ചപ്പെട്ടവനായിരിക്കണം ഇന്ന്. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ 8 കാര്യങ്ങളും ഒറ്റരാത്രി കൊണ്ട് മാറ്റാൻ കഴിയുന്നവയല്ല. ഇതിന് ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണ്. എന്നാൽ ഓർക്കുക, എളുപ്പമുള്ള വഴിയിലൂടെ നടന്ന് ആരും ചരിത്രം സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന ഒറ്റപ്പെടൽ, ആ വേദന, ആ അവഗണന, അതൊന്നും വെറുതെയല്ല. പ്രകൃതി നിങ്ങളെ ഒരു വലിയ കാര്യത്തിനുവേണ്ടി ഒരുക്കുകയാണ്. ഒരു ഇരുമ്പും ചുറ്റികയുടെ അടികൊള്ളാതെ വാളായി മാറില്ല. അതുപോലെ ജീവിതത്തിന്റെ അടികൾ കൊള്ളാതെ ആരും ശക്തരാകില്ല. ഇപ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കാം, പക്ഷേ ഈ ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതോടെ നിങ്ങൾ ഒരു സൈന്യത്തേക്കാൾ ശക്തനായി മാറും. അന്ന് ആരു കൂടെയുണ്ട് എന്നത് നിങ്ങൾക്കൊരു പ്രശ്നമേ ആകില്ല. കാരണം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മതിയാകും. ഈ 8 ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി തോന്നിയത്? അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്? അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും. ഓർക്കുക, ഈ യുദ്ധം നിങ്ങളുടേതാണ്. വിജയിക്കേണ്ടതും നിങ്ങളാണ്. തനിയെ പൊരുതുക, തലയുയർത്തി നിൽക്കുക.